ലോകത്തെങ്ങും സമാധാന ശ്രമങ്ങളെ പൊളിച്ചടുക്കിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് നടന്നുവരുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സുരക്ഷാ സമവാക്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തിയത് ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ക്രിസ്മസ് ദിനത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് പ്രഖ്യാപിച്ച ഈ സൈനിക നീക്കമാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. നൈജീരിയയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ തീവ്രവാദി അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാരകമായ ആക്രമണമെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. വർഷങ്ങളായി മേഖലയിൽ ഭീതി പടർത്തുന്ന ISIS സഹേൽ പ്രവിശ്യയിലെ ഭീകരരെ ലക്ഷ്യം വെച്ചായിരുന്നു അമേരിക്കൻ ആഫ്രിക്ക കമാൻഡിന്റെ നടപടി. നൈജീരിയൻ സർക്കാരുമായി ഏകോപിപ്പിച്ചാണ് ആക്രമണം നടന്നതെന്ന് പെന്റഗൺ വ്യക്തമാക്കുമ്പോഴും ട്രംപിന്റെ പ്രസ്താവനയിലെ മതപരമായ ഊന്നൽ നൈജീരിയൻ ഭരണകൂടത്തിനിടയിൽ നേരിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. തീവ്രവാദം ഒരു പ്രത്യേക മതത്തെ മാത്രം ലക്ഷ്യം വെക്കുന്നതല്ലെന്നും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ അക്രമത്തിനിരയാകുന്നുണ്ടെന്നുമാണ് നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുബുവിന്റെ നിലപാട്. നൈജീരിയയുമായി അതിർത്തി പങ്കിടുന്ന സൊക്കോട്ടോ സംസ്ഥാനത്തിലെ 2 IS ക്യാമ്പുകളാണ് പ്രധാന ലക്ഷ്യമായിരുന്നതെന്നും നിരവധി തീവ്രവാദികളെ ആക്രമണത്തിൽ വധിച്ചുവെന്നും അമേരിക്കൻ സൈനിക വിഭാഗം വ്യക്തമാക്കി. ലൊക്കലായി ലഗുരാവ എന്നറിയപ്പെടുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് സഹേൽ പ്രൊവിൻസ് വിഭാഗമാണ് പ്രധാനമായും ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷം മുതലുള്ള വടക്കൻ നൈജീരിയൻ സംസ്ഥാനങ്ങളിലെ കലാപങ്ങളും ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ട തീവ്രവാദ ആക്രമണങ്ങളും ഈ ഗ്രൂപ്പിനെ ആഗോള ചർച്ചയിലേക്ക് ഉയർത്തിയിരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരായ കൂട്ടക്കൊല തുടർന്നാൽ നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ കുറിച്ചു. അമേരിക്കയുടെ നേതൃത്വത്തിൽ മികച്ചതും കൃത്യമായ വ്യോമാക്രമണങ്ങൾ ഉണ്ടായതെന്നും ക്രിസ്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കാനുള്ള ഇടപെടലിനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മരിച്ച തീവ്രവാദികൾ ഉൾപ്പെടെ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും ശക്തമായ പ്രതികരണങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ ക്രൈസ്തവർക്കെതിരാണ് ആക്രമണങ്ങൾ കേന്ദ്രീകൃതമെന്ന് അമേരിക്ക വാദിക്കുന്ന സാഹചര്യത്തിൽ നൈജീരിയൻ സർക്കാർ വ്യത്യസ്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. തീവ്രവാദികൾ ഒരു മതവിഭാഗത്തെയും പ്രത്യേകിച്ച് ലക്ഷ്യമിടുന്നില്ലെന്നും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരുപോലെ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നും നൈജീരിയ ഔദ്യോഗികമായി പ്രതികരിച്ചു. അതേസമയം നൈജീരിയൻ സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് അമേരിക്ക ഇടപെടലുണ്ടായതെന്ന് ആഫ്രിക്കോം ആദ്യം പ്രസ്താവിച്ചിരുന്നെങ്കിലും പിന്നീട് ഇത് പോസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടുവെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. എന്നാൽ നൈജീരിയൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയുമായുള്ള ഘടനാപരമായ സുരക്ഷാ സഹകരണം തുടരുമെന്ന് വ്യക്തമാക്കി. പ്രദേശത്ത് സായുധ ഗ്രൂപ്പുകളുടെ ശക്തിയും ക്രൂശീകരണങ്ങൾ പോലുള്ള ക്രൂരതകളും കഴിഞ്ഞ വർഷങ്ങളിൽ വർദ്ധിച്ചതോടെ നൈജീരിയ സർക്കാർ ഏറെ സമ്മർദ്ദത്തിലായിരുന്നു. സഹേൽ മേഖലയിലെ ഭീകര സംഘടനകൾക്കെതിരായ പോരാട്ടം ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. അമേരിക്കയുടെ നേരിട്ടുള്ള കടന്നുകയറ്റം മേഖലയിൽ ഒരു ശാശ്വത പരിഹാരമാകുമോ അതോ താൽക്കാലികമായ ഒരു ശക്തി പ്രകടനം മാത്രമാണോ എന്നത് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. അമേരിക്കയുടെ ഈ നേരിട്ടുള്ള ഇടപെടൽ ആഫ്രിക്കയിലെ തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമോ അതോ പ്രാദേശിക മതധ്രുവീകരണത്തിന് ആക്കം കൂട്ടുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.